സെൻറ്റ് മേരീസ് ബോട്ട്. അതിപ്പോൾ കത്തി നശിച്ച് താഴെ പോയി. സംഭവം ഇത് ആരും അങ്ങനെ വെറുതെ ഇത് കത്തത്തില്ല. ഇതിപ്പോൾ ഇത്ര വർഷങ്ങൾ ഞങ്ങൾ പണിയുന്നതാണ്. അങ്ങനെ വെറുതെ ഇത് രാത്രി 12 മണിയാകുമ്പോൾ നല്ല തണുപ്പാണ്. അങ്ങനെ വെറുതെ ഒന്നും കത്തത്തില്ല. കാരണം എല്ലാവരും ഇവിടെ പോകുമ്പം അതായത് സേഫ്റ്റി, അതായത് നമുക്കറിയാമല്ലോ, എല്ലാ സേഫ്റ്റി നോക്കി എല്ലാ ബാറ്ററി ഇൻവെർട്ടർ എല്ലാം കണക്ഷൻ ഊരിട്ട് അങ്ങനെ വയർ സർക്കുലേഷൻ വരത്തില്ല, ഒരിക്കലും ഒന്നും വരത്തില്ല. ഇത് തീ പിടിക്കാൻ സാധ്യതയില്ല. ഇവിടെ 100% തീ പിടിക്കാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ സാധനവും ഞങ്ങൾ സേഫ്റ്റിയാണ്. കേട്ടോ ഇവിടെ ഒന്ന് നശിച്ച് എല്ലാം നശിക്കും പറഞ്ഞ് ഞങ്ങൾ 100% സേഫ്റ്റിയാണ്. ഈ രാത്രി 12:30 ഇവിടെ തീ പിടിച്ചെന്ന് പറയുന്നത്. ഈ രാത്രി 12 മണിക്ക് എങ്ങനെ ഈ മഞ്ഞത്ത് സാധാരണ സമഗ്രമായ ഒരു അന്വേഷണം വേണം. അല്ല ഇത് സംഭവം തീ ഒന്ന് ഉറച്ച് കത്തിച്ചാൽ കത്തത്തില്ല സംഭവം. അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായി കത്തിച്ചാൽ മാത്രമേ കാരണം തണുപ്പത്ത് കിടക്കുന്ന ഒരു സാധനത്തിന് ഒരു തീക്കുച്ച് പറഞ്ഞാൽ ഒരു ആർക്കായൊന്നും കത്തത്തില്ല. ഇത് നല്ലവണ്ണം എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിച്ചാൽ മാത്രമേ ഇത് കത്തത്തുള്ളൂ. എൻ്റെ ബോട്ട് അവിടെ നിർത്തിയിട്ടായിരുന്നോ? എൻ്റെ ബോട്ട് ഇവിടെ ഞാൻ പണി കഴിഞ്ഞിപ്പോൾ 4 ദിവസമായി. ഞാൻ വന്നിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പണിക്ക് പോകാൻ തന്നെയാണ് നിർത്തിയിട്ടത്. പണിക്ക് പോകാൻ സമയമാണ്. ഇലക്ഷൻ തീരാതെ എങ്ങനെ പണിക്ക് പോകാൻ പറഞ്ഞിട്ട് ഇലക്ഷൻ തീർന്നിട്ട് പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് എല്ലാം തിരിച്ച് ഇവിടെ നിർത്തിയിട്ടിട്ട് പോയ ബോട്ടാണ്. എൻ്റെയും ഞങ്ങളുടെ ചേച്ചിയുടെ ബോട്ട് രണ്ട് ബോട്ടുണ്ട്. ഞങ്ങളുടെ 2 ബോട്ട് ഒരുമിച്ചാണ് പണി കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇവിടെ തന്നെയാണ് 2.5 വർഷം കൊണ്ട് കെട്ടിയിട്ടത്. ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒന്നും ഒരു ഇതാവത്തില്ല. വരുന്ന എല്ലാം സേഫ്റ്റിയാണ് ചെയ്യുന്നത്. ഏകദേശം എത്ര രൂപ നഷ്ടം ഉണ്ടായി കാണും? എൻ്റെ ബോട്ടിന് 60 ലക്ഷം രൂപ, അവരുടെ 60 ലക്ഷം രൂപ നഷ്ടമുണ്ട്. പുതിയ ബോട്ടാണ്, രണ്ടും പുതിയ ബോട്ടാണ്. എല്ലാം ഫുൾ പുതിയതായിട്ട് ഇറക്കിയ ബോട്ടാണ്. വല വേറെയുണ്ട്, എല്ലാം ചേർത്താണ്, വലയിടം എല്ലാം ചേർത്തിട്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാം കട മേടിച്ച് അതിന് എടുത്ത ബോട്ടുകളാണ്. എന്തായാലും ഇതിലൊരു സമഗ്ര അന്വേഷണം വേണം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻ്റണി എന്നാണ്. പൊഴിയൂർ ആൻ്റണി. ആൻ്റണി ചേട്ടൻ്റെ സ്വന്തം ബോട്ടാണ് അല്ലെ പാർട്ട്ണർഷിപ്പ്? സ്വന്തം പാർട്ട്ണർഷിപ്പ് ഉണ്ട്. 3 പേരായിട്ടാണ് ചെയ്യുന്നത്. 3 പേർ ചേർന്നിട്ട് ജോലിക്ക് പോകുന്നത്? ഞാൻ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഞങ്ങൾ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഞങ്ങളാണ് ജോലിക്ക് പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഒരു ബോട്ടിൽ? ഞങ്ങൾ ഒരു ബോട്ടിൽ 9 പേര്, 8 പേര്, 10 പേര്. ആൾ കിട്ടുന്നവരനുസരിച്ച് 10 പേരും അങ്ങനെയും പോകും. കുറച്ച് ചെറിയ ബോട്ടാണ്? ഇല്ല, ഞങ്ങളുടെ എല്ലാം ഒരേ സെയിം 42 അടി ബോട്ട്, 50 അടി ബോട്ട്, ആ ലെവലിലുള്ള ബോട്ടുകളെല്ലാം. എല്ലാ ആ ലെവലിലുള്ള ബോട്ടുകൾ. എന്തായാലും ഇതിലൊരു അന്വേഷണം വേണമെന്നാണ് ചേട്ടൻ? അന്വേഷിച്ച് വേണം, തീർച്ചയായിട്ടും വേണം. കാരണം ഇത് ഇങ്ങനെ വെറുതെ ഒന്നും കത്തത്തില്ല. ഇത് ആദ്യമായിട്ട് ഒരിക്കലും ഇത്ര ഇങ്ങനെ വെറുതെ കത്തത്തില്ല. ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഈ വീട്ടുകാരുടെ ചിലപ്പോൾ അല്പം ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കസവിശൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദേശീയക്കാർ നമ്മൾ പേര് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ട്, എന്തായാലും ഉണ്ട്, ഇല്ലാതിരിക്കത്തില്ല. ദേശീയക്കാരെന്ന് പറയാനല്ല, ഇപ്പം നമ്മുടെ കായലിലുള്ള വള്ളക്കാരും പിന്നെ പരിസരം അങ്ങനെയുള്ള വ്യക്തിയെ ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലേ. പുള്ളികൾക്ക് അവർക്ക് തിരുവനന്തപുരത്തുകാരല്ലേ, പരിസരക്കാർ എങ്ങനെയുള്ള മറ്റുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. 2 വർഷം ഒരു കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ല. ഇവിടെ വരുന്ന ഞങ്ങൾ ഇതിനേക്കാൾ അധികമായിട്ട് ബോട്ട് ഇവിടെ കെട്ടിയിട്ട് പോയിട്ടുണ്ട്. 1.5 മാസം ഇവിടെ തന്നെയാണ് കിടന്നത്. നമ്മൾ ട്രോളിങ് വരുമ്പോൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ട്രോളിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര 4 ദിവസം തന്നെയായി സംഭവം ഇങ്ങനെ കെട്ടിയിട്ട് പോയി. ഇത് ഇപ്പോൾ അങ്ങനെ വെറുതെ ഒന്നും എപ്പോഴും നിർത്തിയിട്ട് പോയ ബോട്ടുകൾ ഞങ്ങൾ ഇന്നലെ രാത്രി 8, ഇന്നലെ മെനിഞ്ഞാന്ന് രാത്രി 7 മണി ഇവിടെ ഉണ്ടായി. ഇവിടെ പകലൊക്കെ ആൾക്കാരുണ്ടായി. ഇവിടെ എല്ലാം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞങ്ങളുടെ തുമ്പിമൾ ബോട്ടിലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഇപ്പോൾ അവർ ഗവൺമെൻറ്റിൽ നിന്ന് മറ്റേ നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ മത്സ്യബന്ധന 9000 രൂപ എടുക്കുന്നു. അത് ഏത് ഇൻഷുറൻസ് ആണ് നമുക്ക് അറിയത്തില്ല. 9000 രൂപ എടുക്കുന്നത്. ഫിഷിംഗ് ബോട്ടുകാർക്കെല്ലാം ക്ഷേമനിധി മാത്രമേ ഉള്ളൂ. ക്ഷേമനിധി ലൈസൻസ് പുതുക്കുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഫിഷിംഗ് ബോട്ടിന് ഇല്ല. മുമ്പൊക്കെ ഗ്രൂപ്പ് ഇൻഷുറൻസ് അതൊക്കെ ഉണ്ട്, അതെല്ലാം പൊളിഞ്ഞു പോയി. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ഇനി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷേമനിധിക്കകത്ത് എന്തോ എടുക്കാനാണ്. ഇപ്പോൾ മനുഷ്യരെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. യഥാർത്ഥ മത്സ്യത്തൊഴിലാളിക്ക് ആനുകൂല്യം കിട്ടുന്നില്ല.